ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ജിന്നാണെങ്കിൽ ഹാരുവിനെ അവൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ഹാരുവിന് തല തുടയ്ക്കാനായിട്ട് ടവലും കൊടുക്കുന്നുണ്ട്, കുടിക്കാനായിട്ട് വെള്ളവും കൊടുക്കുന്നുണ്ട്. ആ സമയം അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഹാരു അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ നീയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് അകന്ന് പോയി എന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹാരു അതേന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ ശരി, എന്നാൽ നീ പോയി കുളിച്ചിട്ട് വാ, എന്നാലേ എനിക്ക് നിൻ്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പോയി കുളിച്ചിട്ട് വരുന്നതും ജിന്നാണെങ്കിൽ അവൻ്റെ മുറിവിൽ മരുന്നൊക്കെ വെച്ചെടുത്ത് ബാൻഡേജൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാരു ആ സമയം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ട് ലേറ്റ് ആയതെന്ന്. ആ സമയം ജിന്നു പറയാണ്, അത് പിന്നെ ഞാൻ കെൻറ്റുവരെ കൂടെ ട്യൂഷന് പോയി തുടങ്ങിയെന്ന്. ആ സമയം ഹാരു ആണെങ്കിൽ നീ അതിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിക്കാറില്ല, പക്ഷേ കെൻറ്റു ആണെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റായിട്ട് അവനെ പഠിപ്പിക്കാനായിട്ടൊരു ടീച്ചറിനെ വെച്ചു. അപ്പോൾ അവനാണെങ്കിൽ ഞാനും പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് എനിക്കും ആ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് വെച്ച് തന്നു. കാരണം എനിക്ക് ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കുറവായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ നിൻ്റെ അവിടെ നടക്കാനായിട്ട് വേറെ ആൾക്കാരും ഉണ്ടല്ലോ എന്നിങ്ങനെ ജിന്നു പറയുമ്പോഴത്തേക്കും ഹാരു ആരെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അത് പിന്നെ കഴിഞ്ഞ ദിവസം നിൻ്റെ ഒരു പെൺകുട്ടീനെ കണ്ടില്ലേ, അവൾ നിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, നിങ്ങൾ ഡേറ്റിംഗ് ആണെന്നുള്ള കാര്യം ഞാൻ ആരുടെ പറയത്തില്ല എന്ന് പറയാണ്. ഹാരു അപ്പോൾ പെട്ടെന്ന് ഇല്ലില്ല, ഞങ്ങൾ ഡേറ്റിംഗ് ഒന്നും ഇല്ല, അത് പിന്നെ ഞങ്ങൾ മുമ്പ് ഒരു സ്കൂളിലാണ് പഠിച്ചത്, പെട്ടെന്ന് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തതാ, അല്ലാണ്ട് ഞാനും അവളും തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ അങ്ങനെയാണോ, നീ എന്നെയൊക്കെ കണ്ടപ്പോൾ അവളുടെ കൈയും പിടിച്ച് പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു നിൻ്റെ റിലേഷൻഷിപ്പ് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അവളെയും കൊണ്ട് പോയതാണെന്ന്. ആ സമയം ആര് പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നുമല്ല, അത് പിന്നെ അവൾ ഭയങ്കര ഒരു വായാടിയാണ്, അവളിനിപ്പോൾ നിങ്ങളെ കണ്ടിട്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നീയാണ് അവളുടെ ടൈപ്പിലുള്ള ചെക്കൻ, അതുകൊണ്ടും കൂടെ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നുണ്ട്. ജിന്നാ സമയം ഞാൻ ആരുടെയും ടൈപ്പൊന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹാരു ഇല്ല അങ്ങനെയൊന്നുമില്ല, നീ ശരിക്കും ഒരു അടിപൊളി ചെക്കനാണ്, ചുമ്മാ പറയുന്നതൊന്നുമല്ല, പിന്നെ നീയാണെങ്കിൽ ഇനി എൻ്റെ അടുത്ത് നിന്ന് അകന്നു പോകരുത്, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം, ഞാൻ നീയുമായിട്ട് ലവിലൊന്നും വീഴത്തില്ല, നമ്മൾ രണ്ട് പയ്യന്മാരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നു ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ അന്ന് ഹാരു അവൻ്റെ കൂടെയായിരുന്നു സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. ഹാരു എന്നും സോഫയിലാണ് കിടന്നുറങ്ങുന്നത്, എന്നാൽ അന്ന് ജിന്നിൻ്റെ കൂടെ അവൻ്റെ റൂമിലായിരുന്നു കിടന്നത്. ജിന്ന് ബെഡിലും ഹാരു താഴെയുമായിട്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ജിന്നിന് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഹാരുവിനോട് ചോദിക്കുകയാണ്, നീ ഉറങ്ങിയോന്ന്. ഹാരു ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ജിന്ന് ഹാരുവിനോട് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പുതിയ സിനിമയുടെ പ്രീമിയറിന് എൻ്റെ കൂടെ വരുന്നുണ്ടോയെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛൻ്റെ ഒരു വലിയ ഫാൻ ആയതുകൊണ്ട് തന്നെ ഹാരു ആണെങ്കിൽ ഇങ്ങനൊരു അവസരം കിട്ടുന്നതിൽ നല്ല സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അവനങ്ങനെ, നീ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയം അതെ, അച്ഛൻ്റെ പുതിയൊരു സിനിമ വരുന്നുണ്ട്, അതിൻ്റെ പ്രീമിയറിന് എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു, വേണമെങ്കിൽ അതിൽ ഫ്രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു, അപ്പോൾ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ വരാനായിട്ട് പറയുമ്പോഴത്തേക്കും ഞാൻ വരാമെന്ന് ഹാരു അപ്പം തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ജിന്നിനെ പെട്ടെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ജിന്ന് ബെഡിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവനെ വലിച്ച് ഹഗ് ചെയ്യുന്നതും ജിന്നാണെങ്കിൽ താഴേക്ക് ഹാരുവിൻ്റെ പുറത്തേക്ക് ചെന്ന് വീഴുന്നുണ്ടായിരുന്നു. ആ സമയം ഇവർ നല്ല ക്ലോസ് ആയി വരുന്നുണ്ട്. എന്നാൽ ജിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡിൽ ചെന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞാൻ കിടക്കാണ്. ആ സമയം ഹാരു, അപ്പം നീ എന്നെ നിൻ്റെ ഫ്രണ്ടായിട്ടാണോ കണക്കാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ ശരിക്കും അങ്ങനെയൊന്നുമല്ല, പക്ഷേ നമ്മൾ തമ്മിലുള്ള ഇപ്പം ഈ ഒരു റിലേഷനെ വേറെ എന്താണ് പറയുക, ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ക്ലാസ്സിൽ ഇവർക്കെല്ലാവർക്കുമായിട്ട് ടീച്ചർ ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രോജക്റ്റ് ടീമായിട്ടാണ് ചെയ്യുന്നത്. ടീമല്ല, ഓൾറെഡി ടീച്ചർ എന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടീമിൽ 4-5 പേരുണ്ട്, അതിൽ ജിന്നും ഹാരും ഒരുമിച്ചൊരു ടീമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹാരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അടുത്ത ദിവസം ഇവരെല്ലാവരും ഒരു ട്രിപ്പും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ജിന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ബാഗ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സമയം ഹാരുവിന് മെസ്സേജ് ഇട്ടിട്ട്, നമ്മൾ ഒരു ഗ്രൂപ്പിലല്ലേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഓക്കെ, പക്ഷേ പുറത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് അധികം മിണ്ടാനൊന്നും വരരുതെന്ന് പറയുമ്പോൾ ഹാരു തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മൾ ഒരു ടീമിലല്ലേ, അപ്പോൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നത്തില്ലേന്ന്. ആ സമയം ജിന്ന് എങ്കിൽ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പഠിക്കാനായിട്ടിരിക്കുന്നുണ്ട്. ആ സമയം റിപ്ലൈ ആയിട്ട് ഹാരു ആണെങ്കിൽ ഒരു കിസ് ചെയ്യുന്ന ഇമോജിയും ഇവൻ അയക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ജിന്നിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം പോകുന്നുണ്ട്. അവനാണെങ്കിൽ പഠിക്കാൻ ഇരുന്നാലും അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അവൻ പിന്നീട് ഉറങ്ങിപ്പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇവന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. കാരണം രാത്രി അവൻ ജനൽ തുറന്നിട്ടിട്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവനത് അടയ്ക്കാനും മറന്നുപോയി. എന്നാലും ജിന്ന് ട്രിപ്പിനൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴായും അവന് തീരെ വയ്യ, അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസിലൊന്നും അവൻ പങ്കെടുക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഹാരു ശ്രദ്ധിക്കുന്നുണ്ട്. നൈറ്റ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് ജിന്ന് റൂമിൽ റെസ്റ്റ് എടുക്കുവാണെന്നും അവൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ലെന്നും ജിന്നിൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്നതും ഹാരു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാരു അവനും ജിന്നിനും കഴിക്കാനായിട്ട്
ഫുഡൊക്കെ എടുത്തുകൊണ്ട് ജിന്നുള്ള റൂമിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ നീ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ നീ ഫുഡ് കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് നിനക്കുള്ള ഫുഡ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ആ സമയം ഹാരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ജിന്നിൻ്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, എനിക്ക് മുമ്പ് പനി വരുമ്പോൾ എൻ്റെ അമ്മ എനിക്കിത് വാങ്ങിച്ചു തരുമായിരുന്നു, നീ ഇത് കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഹാരുവും ജിന്നും ആ ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഹാരു അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ജലദോഷം വന്നതെന്ന്. ആ സമയം ജിന്ന് പറയാണ്, അത് പിന്നെ രാത്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ജനൽ അടച്ചിടാനായിട്ട് മറന്നുപോയി, അപ്പോൾ അതിൻ്റെ തണുത്ത കാറ്റ് വന്നിട്ടാണ് എനിക്ക് ജലദോഷം വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ആരും നീ രാത്രിയും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നിനക്കെന്തായാലും രാവിലെ ട്രിപ്പിന് വരാനായിട്ട് നേരത്തെ എഴുന്നേൽക്കാനുണ്ടായിരുന്നല്ലേ, അപ്പോൾ പിന്നെ പഠിക്കാതെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതെന്താ റീസൺ എന്ന് ഹാരു ചോദിക്കുകയാണ്. ജിന്നപ്പോൾ അത് നീ കാരണം തന്നെയാണ്, നീ അയച്ച മെസ്സേജൊക്കെ കണ്ടപ്പോൾ ഞാൻ അതാലോചിച്ച് ഇരുന്ന് പോയി എന്ന് പറയുന്നുണ്ട്. ഹാരു ആ സമയം പെട്ടെന്ന് ജിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഐസ്ക്രീമിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുവാണ്. ആ സമയം ജിന്ന് നീ ഇത് കഴിക്കല്ലേ, എൻ്റേന്ന് നിനക്കും ജലദോഷം വരുമെന്ന് പറയുമ്പോൾ ഹാരു പറയാണ്, ഞാനൊരിടത്ത് കേട്ടിട്ടുണ്ട് ഒരാൾക്കുള്ള അസുഖം മറ്റൊരാൾക്ക് പകർത്തി കഴിഞ്ഞാൽ അയാളുടെ അസുഖം മാറുമെന്ന്, അപ്പോൾ പിന്നെ നിൻ്റെ ആ ഒരു ജലദോഷം നീ എനിക്കിതാ, നിൻ്റെ ജലദോഷം മാറുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അതൊരു ട്രീറ്റ്മെൻറ്റൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഹാരു പെട്ടെന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ജിന്നപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല. ഹാരു വീണ്ടും അവനെ കിസ് ചെയ്യാണ്. ജിന്നും തടയാതെ തന്നെ തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ജിന്നിന് പിന്നെ ഹാരുവിനെ ഫേസ് ചെയ്യാൻ ചെറിയൊരു മടിയുള്ളതുകൊണ്ട് തന്നെ ജിന്ന് കയറി കിടന്ന് ഉറങ്ങുവാണ്. ആ സമയം ഹാരു ആണെങ്കിൽ നീ നന്നായിട്ട് ഉറങ്ങിക്കോ, റെസ്റ്റ് എടുക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജിന്നിപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷോപ്പിംഗ് ചെയ്യുന്ന ടൈമിന് അവർ നിൽക്കുന്ന കടയിൽ ഹാൻഡ് കർച്ചീഫ് ഇരിക്കുന്ന കാണുന്നുണ്ട്. ഈ ഹാൻഡ് കർച്ചീഫിൽ കഴിഞ്ഞ ദിവസം ജിന്നും ഹാരും കഴിച്ച ആ ഒരു ഐസ്ക്രീം, ആ ഐസ്ക്രീമിൻ്റെ ഡിസൈനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചാലോ എന്നിങ്ങനെ ജിന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയം ഇത് കണ്ടിട്ട് എൻ്റെ ആണെങ്കിൽ നിൻ്റെ ക്രഷായിട്ടുള്ള പെങ്കൊച്ചിന് വേണ്ടിയിട്ട് വാങ്ങുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിന്ന് അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇത് വീഴാൻ പോയപ്പോൾ എടുത്തു വെച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനതിനെ മാറ്റി വെച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് നൈറ്റ് ടൈം അന്നും അവരവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു, പിറ്റേ ദിവസമേ പോകത്തുള്ളൂ. അപ്പോൾ നൈറ്റ് എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. ജിന്നിപ്പോൾ ഓക്കെ ആയതുകൊണ്ട് തന്നെ അവൻ സെപ്പറേറ്റ് അല്ല ഉറങ്ങുന്നത്, ഇവരുടെ കൂടെ തന്നെയായിരുന്നു. ഇവനും ഹാരും അടുത്തടുത്തായിരുന്നു കിടക്കുന്നതും. ജിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജിന്ന് ഹാരുവിനെ നോക്കി കിടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് ഹാരു ആണെങ്കിൽ നീ എന്താ എന്നെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു സാധനം എടുത്ത് ഹാരുവിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. ഹാരു തുറന്നു നോക്കിയപ്പോൾ ജിന്ന് കടയിൽ വെച്ച് കണ്ട ആ ഒരു ഹാൻഡ് കർച്ചീഫായിരുന്നു. ജിന്നത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹാരുവിൻ്റെ അടുത്ത് നിനക്കൊരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവത്തില്ല, എന്നാലും ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ ഹാരു അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം ജിന്നാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സമാധാനത്തിൽ സോഫയിലൊക്കെ കിടക്കുന്ന ടൈമിനാണ് അവൻ്റെ അമ്മ എഴുതി വെച്ചിട്ട് പോയ ഒരു ലെറ്റർ അവൻ കാണുന്നത്. അതിൽ അമ്മ എഴുതി വെച്ചിരുന്നത് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്നെ ഒന്ന് കോൾ ചെയ്യാനായിരുന്നു. അപ്പോൾ തന്നെ എന്തായിരിക്കും അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു പേപ്പർ കൊണ്ടുപോയിട്ട് അതിലെല്ലാം തന്നെ വെള്ളം ഒഴിച്ച് അതിലെ മഷിയും എല്ലാം തന്നെ സ്പ്രെഡാക്കി ആ ഒരു പേപ്പർ അവൻ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇതേ സമയം ഹാരുവിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് എത്തുന്ന ടൈമിന് അവൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ കുടിച്ചിട്ട് എന്നത്തെയും പോലെ തന്നെ ഉറങ്ങി അങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും അവന് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അവൻ മൈൻഡാക്കാതെ റൂമിലേക്ക് കയറി പോവാണ്. അതിനുശേഷം ഹാരു ജിന്നിന് മെസ്സേജ് ഇട്ട് നീ ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിന്ന് അവൻ്റെ ആ ഒരു അമ്മയുടെ ആ ഒരു ലെറ്റർ കണ്ടിട്ട് ഒരുമാതിരി നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു മെസ്സേജ് വന്നതും. അങ്ങനെ അവൻ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഹാരു പറയുന്നുണ്ട്, ഞാൻ നിന്നെ ജസ്റ്റ് വെറുതെ വിളിച്ച് വരുത്തിയതാ, പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലയെന്ന്. ആ സമയം ജിന്ന് കുഴപ്പമില്ല, ഞാനും പുറത്തേക്ക് വരാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ സമയം ഹാരു അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ മിക്കവാറും എബ്രോഡ് പോയി പഠിക്കേണ്ട സിറ്റുവേഷൻ വരും, എൻ്റെ പാരൻസ് കണ്ടിട്ട് ഡിവോഴ്സ് ആവാൻ പോവാണെന്നാണ് തോന്നുന്നത്. എനിക്കാണെങ്കിൽ അവർ ഡിവോഴ്സ് ആവുമെന്ന് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഹാരു ആ സമയം നീ എപ്പോഴെങ്കിലും ഓക്കെ അല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ നിൻ്റെ അടുത്തുള്ളപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഹാരു അപ്പോൾ പക്ഷേ നിൻ്റെ അടുത്തുള്ളപ്പോൾ ഞാൻ ശരിക്കും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ ജിന്നിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം ജിന്ന് എനിക്ക് എബ്രോഡ് പോയി പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ഹാരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കിസ് ചെയ്തിട്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ.